ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ ജീവനോടെ കത്തിച്ചു. നർസിംഗ് ജില്ലയിൽ ഒരു ഗാരേജിനുള്ളിലാണ് 23 വയസ്സുള്ള ചഞ്ചൽ ചന്ദ്ര ഭൗമികിനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ശേഷമായിരുന്നു കൊലപാതകം എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, വീണ്ടും ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്, ജീവനോടെ കത്തിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ ഇപ്പോഴും തുടരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ 23-കാരനായ ഒരു യുവാവിനെയാണ് കൊലപ്പെടുത്തിയത്. നർസിംഗ് ജില്ലയിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ഒരു ഗാരേജിനുള്ളിൽ വെച്ച് 23 വയസ്സുള്ള ചഞ്ചൽ ചന്ദ്ര ഭൗമിക് എന്ന യുവാവിനെ ജീവനോടെ തീ കൊളുത്തി എന്നുള്ളതാണ് വിവരങ്ങൾ. ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, അതിക്രൂരമായ കൊലപാതകം ഇപ്പോഴും ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. എന്താണ് സംഭവം? ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ തീ കത്തിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം. ജീവനോടെ ഇയാളെ ഈ 23 വയസ്സുള്ള യുവാവിനെ കത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ബംഗ്ലാദേശിലെ നർസിംഗ് ജില്ലയിൽ ഒരു ഗാരേജിനുള്ളിലാണ് 23 വയസ്സുള്ള ഹിന്ദു യുവാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ശേഷമായിരുന്നു കൊലപാതകം എന്ന് വ്യക്തമാകുന്നുണ്ട്. ചഞ്ചൽ ചന്ദ്ര ഭൗമിക് എന്നയാളെയാണ് കൊലപ്പെടുത്തിയത്. കുമില്ല ജില്ലയിലെ ലക്ഷ്മിപൂർ ഗ്രാമവാസിയാണ് ഇയാൾ. ജോലി ആവശ്യത്തിനായാണ് നർസിംഗിയിൽ ഇയാൾ താമസത്തിനെത്തിയത്. അവിടെ ഗ്യാരേജിൽ കിടന്നുറങ്ങുമ്പോൾ ഗ്യാരേജിനൊന്നാകെ തീയിട്ട് ഇയാളെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മുസ്ലിം മതമൗലികവാദികൾ ബംഗ്ലാദേശിൽ ഭരണത്തിലെത്തിയതിന് ശേഷം തുടർച്ചയായി ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയാണ്. ഹിന്ദു വീടുകൾ ആക്രമിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. ശരി ശ്രീകാന്ത്, ബംഗ്ലാദേശിലാണ് ഹിന്ദു യുവാവിനെ ജീവനോടെ കത്തിച്ചു കൊന്നത്. നർസിംഗ് ജില്ലയിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.